ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മിക്സറാണ്. അതും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കടലമാവും അരിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയൊക്കെ മതിയാവും. കായപ്പൊടിയിലും ഗ്ലൂട്ടൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് കുറച്ച് ചേർത്താൽ മതിയാകും. ഇപ്പം പല കുട്ടികൾക്കും ഗ്ലൂട്ടൻ്റെ അലർജി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വീട്ടിലുണ്ടാക്കി തീരെ കൊച്ചു കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആദ്യം ഇതൊന്ന് ചെയ്ത് 1-2 പ്രാവശ്യം ചെയ്ത് ശീലിച്ചാൽ നമുക്കിത് സിമ്പിളായിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മളിവിടെ മിക്സറിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും, എരിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുക്കാം. ഉപ്പും ചേർത്ത് മുളക് പൊടി എരിക്ക് എങ്ങനെ ആവശ്യമനുസരിച്ച് ചേർക്കുക. കുറച്ച് കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബൂന്തിക്ക് വേണ്ടിയിട്ടും നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞൊഴിക്കണം. ഇത് കട്ടിയില്ലാത്ത മാവാണ്, കടലമാവും ഒക്കെ ചേരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു 5 സെക്കൻഡൊക്കെ ഇട്ടതിന് ശേഷം തിരിച്ചിട്ട് 2 വശവും ഒന്ന് ചെറിയ കളർ ചേഞ്ച് ആവാൻ പാടില്ല. അതിന് മുമ്പേ തന്നെ നമുക്ക് കോരിയെടുക്കണം. ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് വന്നിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ അത് കോരിയെടുക്കണം. ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് വരും. ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. പിന്നെ നമുക്കിതിങ്ങനെ വീട്ടിലുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഗ്ലൂട്ടൻ അലർജി ഉള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാം. ഇതിനകത്ത് ഗ്ലൂട്ടൻ അധികം ഒന്നും ചേർന്നിട്ടില്ല. പിന്നെ കായത്തിൽ ഗ്ലൂട്ടൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കായം കുറച്ച് ചേർത്താൽ മതിയാകും. ഇത് ലൈറ്റ് മാവായതുകൊണ്ട് പിഴിഞ്ഞെടുക്കാനും ഈസിയാണ്, അത് വറുത്തെടുക്കാനും ഈസിയാണ്. ഇപ്പോൾ ഒരുപാട് സമയം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നമ്മളിവിടെ നമ്മുടെ മിക്സറെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിനിയും കപ്പലണ്ടിയും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇത് കോരിയെടുത്ത ആ ചൂട് എണ്ണയിൽ തന്നെ നമുക്ക് കപ്പലണ്ടിയും കൂടെ വറുത്ത് കോരാം. നമുക്ക് ആ ചൂടായ എണ്ണയിലോട്ട് ഈ കപ്പലണ്ടിയും കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മൂത്തെടുക്കണം. എന്ന് വെച്ചാൽ പച്ച കപ്പലണ്ടിയാണ്. കുറച്ച് നേരം മൂപ്പിച്ച് കോരിയെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് 2 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ മൂപ്പിച്ചെടുക്കാം. നമുക്ക് പൊരികടല ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇതിപ്പോൾ ഇന്നിവിടെ പൊടികടല ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ മിക്സറെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിനിയും ബൂന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാവ് കലക്കി വെച്ചിരുന്നു, ലൂസായ മാവ്, അതും കൂടെ തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. നമ്മൾ ഈ ചൂടോടെ കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മിക്സർ തയ്യാറായിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം.